Welcome to class 11 physics for HSC, CBSE and IC students. And this is chapter 7, motion of system of particles and rigid body. And this is class number 55, moment of inertia, plus 1 physics. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 7 ടോപ്പിക്കാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയും. ക്ലാസ് നമ്പർ 55 പ്ലസ് 1 സ്റ്റുഡൻസിനുള്ളതാണ്. ക്ലാസ് 11 ഫിസിക്സ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയുന്ന മുമ്പ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംഗുലർ മൊമെൻ്റ് പഠിച്ചതാണ്. ഇനി നമ്മൾ ഇന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് പറയുകയാണ്. ഈ ലോ പറയുന്നതാണ്, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെനെവർ എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് വിത്തൗട്ട് ദി ആക്ഷൻ ഓഫ് എനി എക്സ്റ്റേണൽ ടോർക്ക് ഇറ്റ്സ് ആംഗുലർ മൊമെൻ്റം ഈസ് കൺസർവ്ഡ്. Whenever a body is rotating without the action of any external torque, its angular momentum is conserved. ഒരു വസ്തു ബാഹ്യ ടോർക്കിൻ്റെ സഹായമില്ലാതെ കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആംഗുലർ മൊമെൻ്റം സ്ഥിരമായിരിക്കും, മാറ്റമില്ലാതിരിക്കും. ഒരു വസ്തു ബാഹ്യമായ ടോർക്കിൻ്റെ അഭാവത്തിൽ റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ ആംഗുലർ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ഈ ലോ. അതിനൊരു പ്രൂഫുണ്ട്. പ്രൂഫ് ഓഫ് ദി ലോ. ഈ ടോർക്ക് ഇൻ റൊട്ടേഷണൽ മോഷൻ നമ്മൾ പഠിച്ചതല്ല. ടോർക്ക് എന്ന് പറഞ്ഞാൽ dl/dt ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റുമാണ് ടോർക്ക്. ടോ ഈസ് ഈക്വൽ ടു ടോർക്ക് ടോ, സിമ്പിൾ ടോ ആണ്, അവിടെ സിമ്പിൾ കൊടുത്തിട്ടില്ല എന്ന് ഓർക്കുക. ടോർക്ക് ടോ ഈസ് dl/dt. വേർ എൽ ഈസ് ദി ആംഗുലർ മൊമെൻറ്റം, എൽ ഈസ് ദി ആംഗുലർ മൊമെൻറ്റം. ഇഫ് ടോർക്ക് സീറോ ആണെങ്കിൽ നമുക്ക് അവിടെ dl/dt 0 എന്ന് കിട്ടും. ഇഫ് dl/dt 0, then L is a constant. ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. നമുക്കറിയാമല്ലോ, ഒരു സംഖ്യ ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റിനെ കാണിക്കുന്നതായിരിക്കും. ടോർക്ക്, ഇഫ് ടോർക്ക് ഈസ് 0, dl/dt 0, ദാറ്റ് ഈസ് L is equal to a constant. ആൻഡ് ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. And examples of objects working on this law is acrobat, diver, skater, falling at etc. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൽ പ്രവർത്തിക്കുന്ന ചില എക്സാമ്പിൾസ് ആണ് അക്രോബാറ്റ്, ഈ സർക്കസിൽ കാണുന്ന അക്രോബാറ്റിക് ജമ്പിങ് നടത്തുന്ന ആൾ, ഡൈവർ, ഈ സ്വിമ്മിംഗ് പൂളിൽ സ്പ്രിംഗ് ബോർഡ് ഡൈവർ, സ്കേറ്റർ, ഈ മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ റോളർ സ്കേറ്റർ എക്സാമ്പിളാണ്. ഫാളിംഗ് കാറ്റ് എക്സാമ്പിളാണ്. ഫാളിംഗ് കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൂച്ച മുകളിൽ നിന്ന് വീണാൽ അത് നിലത്ത് എത്തുമ്പോൾ 4 കാലിലാണ് അത് നിലത്ത് വീഴുക. അത് എങ്ങനെ ഈ 4 കാലിൽ എത്തും? അതിനകത്ത് ഈ പ്രിൻസിപ്പളിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എ ക്യാറ്റ് ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ്. വൈ? എ ക്യാറ്റ് ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ്. അതായത് ഒരു പൂച്ച മുകളിൽ നിന്ന് വീണാൽ അത് നിലത്ത് വീഴുമ്പോൾ, ഗ്രൗണ്ടിലെത്തുമ്പോൾ 4 കാലിലെത്തും. കാരണം എന്താണ്? അതിന് കാരണം ഈ L is equal to constant ആണ് ഇത്തരം മോഷനിലെ. അപ്പോൾ L is equal to I omega. ഈ L is equal to I omega, L കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ I omega ആണ് വേരിയബിള്. I എന്ന് പറഞ്ഞാൽ ഈ ക്യാറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് വരും. ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ സ്പീഡായിട്ട് വരും. ഈ ക്യാറ്റിന് അതിൻ്റെ ഈ കൈകൾ നീട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ ബോഡി ഷേപ്പ് മാറ്റി പിടിച്ചിട്ട് ഒമേഗ I അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ബോഡി സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഈ I അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ I അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒമേഗ മാറും. അപ്പോൾ ഒമേഗ റൊട്ടേറ്റിംഗ് സ്പീഡാണ്. അത് നിലത്ത് എത്തുമ്പോൾ 4 കാൽ എത്തണം എന്ന രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്, ദ ക്യാറ്റ് ഈസ് ഏബിൾ ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് ബോഡി ബൈ ട്വിസ്റ്റിംഗ് ഇറ്റ് ഓർ സ്ട്രെച്ചിങ് ഇറ്റ്. ദെൻ I ചേഞ്ചസ്, ഒമേഗ ചേഞ്ചസ്. സോ ബൈ ചേഞ്ചിങ് ഒമേഗ, ദ ക്യാറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ് വെൻ ഇറ്റ് റീച്ചസ് ഗ്രൗണ്ട്. അതാണ് ഒരു ഉത്തരം. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്നത്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ്. അത് ക്വസ്റ്റ്യൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് അക്രോബാറ്റ്, ഡൈവർ, സ്കേറ്റ് എറ്റ്സെട്ര. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് ടൈപ്പാണ്. ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ദ സെയിം പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? എ ഗേൾ ഈസ് സ്റ്റാൻഡിംഗ് ഓൺ എ ടേൺ ടേബിൾ വിത്ത് ഹെയർ ഹാൻഡ്സ് ഔട്ട്സ്ട്രെച്ച്ഡ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദി speed of rotation table when she drops her hands? Drops her hands, hair hands, hair hands. ഒരു പെൺകുട്ടി കറങ്ങുന്ന മേശപ്പുറത്ത് നിൽക്കുകയാണ്. ആ പെൺകുട്ടി കൈകൾ പുറത്തേക്ക് നീട്ടിക്കൊണ്ട്, ഔട്ട്സ്ട്രെച്ചഡാണ്, കൈകൾ നീട്ടിപ്പിടിച്ച് കറങ്ങുന്ന മേശപ്പുറത്ത് ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. ഈ കുട്ടി കൈകൾ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്താൽ, താഴത്തേക്ക് ഇട്ടാൽ ആ മേശയുടെ കറക്കത്തിന് എന്ത് സംഭവിക്കും?
മേശയുടെ കറക്കത്തിൻ്റെ സ്പീഡ് എന്ത് സംഭവിക്കും? സ്പീഡ് കൂടുന്ന ഉത്തരം. കാരണം പെൺകുട്ടി കൈകൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒമേഗ ഇൻക്രീസ് ചെയ്യും. കാരണം എല്ലിസ് ഐ ഒമേഗയാണ്. അപ്പോൾ ഐ ഡിക്രീസ് ചെയ്താൽ ഒമേഗ ഇൻക്രീസ് ചെയ്യും. മേശയുടെ കറക്കം കുറച്ചുകൂടി വേഗത്തിലാകും. You see the question once again. A girl is standing on a turntable with hair, hands outstretched. What will happen to the speed of rotation of table when she drops hair hands? The answer is L is equal to I omega, which is a constant. L is equal to I omega is a constant for a turntable. When she drops her hands, mi decreases, so angular speed omega increases. The table will rotate faster. ഇനി അടുത്തതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡെഫിനിഷൻ. നമ്മൾ ഈ ഡിസ്കഷൻ്റെ ആ ടൈറ്റിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. വാട്ട് ഈസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ? ഇനർഷ്യ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് റൊട്ടേഷൻ ഇനർഷ്യയാണ്. റൊട്ടേഷനകത്ത് വരുന്ന ഇനർഷ്യയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ? ഇൻ ഷോർട്ട് വി റൈറ്റ് എസ് MI. MI ഈസ് എ റൊട്ടേഷണൽ ഇനർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് എ റൊട്ടേഷണൽ ഇനർഷ്യ. ഇറ്റ് ഹാസ് 2 ഡെഫിനിഷൻ. 2 ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. നമ്പർ 1, dynamical definition. Dynamically, MI is defined, moment of inertia is defined as the ratio of torque to the angular acceleration. Dynamically, moment of inertia is defined as the ratio of torque to the angular acceleration. That is I is equal to tau by alpha, where tau is the torque and alpha is the angular acceleration. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് 2 നിർവചനമുണ്ട്. ഒന്ന് ഡൈനാമിക്കൽ, മറ്റേ ജോമെട്രിക്കൽ. ഡൈനാമിക്കലായിട്ട് പറയുന്നത് I is equal to tau by alpha എന്നാണ്. ടോ ടോർക്കാണ്, ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. നെക്സ്റ്റ് ഈസ് ജോമെട്രിക്കൽ ഡെഫിനിഷൻ. ജോമെട്രിക്കൽ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. വി ഹാവ് I is equal to tau by alpha, but tau is equal to F into R or R into F. That is written in the margin also. F is M into R by alpha, that is M into R alpha into R by alpha, MR square. MR square, that is I is MR square. And this is actually the geometrical definition. ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്താൽ മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ എന്ന് വരും. മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ, അതാണ് I. അപ്പം അത് വാക്കിൽ പറയാണ്. പടം വരച്ച് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഒരു ബോഡി മാസ് M ആ റേഡിയസിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആക്സിന് ചുറ്റും, ABക്ക് ചുറ്റും, ഒരു PQ ആക്സിന് ചുറ്റും കറങ്ങുകയാണ്. സോ യു ലുക്ക് ഹിയർ. Therefore, geometrically, MI is defined as the product of mass of the particle and square of the distance between the particle and the axis of rotation. Therefore, geometrically, MI is defined as the product of mass of the particle and the square of the distance between the particle and the axis of rotation. ഒരു വസ്തു കറങ്ങുമ്പോൾ അതിന് MI എന്ന് പറഞ്ഞാൽ ആ മാസിനെ റേഡിയസിൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ആ റേഡിയസ് വരുന്നതുകൊണ്ട് അതിന് ജോമെട്രി വ്യക്തമാണ്. അതുകൊണ്ട് ഇതിനെ ജോമെട്രിക്കൽ ഡെഫിനിഷൻ എന്ന് പറയും. ജോമെട്രിക്കൽ ഡെഫിനിഷൻ ഓഫ് I is MR square. Dynamical definition is I is equal to tau by alpha. You look here. Therefore, geometrically, MI is defined as the product of mass of the particle and the square of the distance between the particle and the axis of rotation. അപ്പോൾ ഇത് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, MI give its യൂണിറ്റ്. ആ യൂണിറ്റ് നമ്മൾ പറഞ്ഞല്ലോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഡയമെൻഷൻ ആണെങ്കിൽ ML സ്ക്വയർ ആയിരിക്കും ഡയമെൻഷൻ. പിന്നെ ഒരു ഷോർട്ട് ആൻസറാണ് MI സംബന്ധിച്ച ഷോർട്ട് ആൻസർ. ഷോർട്ട് ആൻസർ ബേസ്ഡ് ഓൺ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. വാട്ട് ഇസ് ഇറ്റ്? എ റോ എഗ് ആൻഡ് എ ഹാർഡ് ബോയിൽഡ് എഗ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ സ്പിന്നിങ് ദം ഓൺ എ ടേബിൾ. ഹൗ? എ റോ എഗ് ആൻഡ് എ ഹാർഡ് ബോയിൽഡ് എഗ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ സ്പിന്നിങ് ദം ഓൺ എ ടേബിൾ. ഹൗ? ഒരു പച്ചമുട്ടയും പുഴുങ്ങിയ മുട്ടയും, ശരിക്കും പുഴുങ്ങിയ മുട്ടയും മേശപ്പുറത്ത് കറക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവ ഏതാണ് പുഴുങ്ങിയത് അല്ലെങ്കിൽ ഏതാണ് പച്ചമുട്ട എന്ന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? എ റോ എഗ് ആൻഡ് എ ഹാർഡ് ബോയിൽഡ് എഗ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ സ്പിന്നിങ് ദം ഓൺ എ ടേബിൾ. ഹൗ? അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. If rotated with equal torque, if rotated with equal torque, the raw egg will come to rest first because it contains liquid matter and possesses greater MI and it has greater MI, so it resists motion. അപ്പോൾ 2 മുട്ട, ഈ പച്ചമുട്ടയും പുഴുങ്ങിയ മുട്ടയും നമുക്ക് എങ്ങനെ മേശപ്പുറത്ത് കറക്കി തിരിച്ചറിയാൻ സാധിക്കും? അതിന് ഉത്തരം, 2 ഒരേ സ്പീഡിൽ കറക്കിയാൽ, ഒരേ ഫോഴ്സ് വെച്ച്, ഒരേ ടോർക്ക് വെച്ച് കറക്കിയാൽ ആ പച്ചമുട്ട പെട്ടെന്ന് നിൽക്കും.
അതിൻ്റെ റൊട്ടേഷൻ നിർത്തും. കാരണം ഈ പച്ചമുട്ടയ്ക്കകത്ത് റോയ്ക്കിനകത്ത് ലിക്വിഡ് മാറ്ററാണ്, പുഴുങ്ങിനകത്ത് സോൾട്ട് മാറ്റർ. ഇപ്പോൾ പച്ചമുട്ടയ്ക്ക് ലിക്വിഡ് മാറ്ററാണ്. ലിക്വിഡ് മാറ്റർ ഉള്ളപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണെങ്കിൽ അത് റൊട്ടേഷനെ എതിർക്കും, അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആകും. അപ്പോൾ ഏതാണ് ആദ്യം സ്റ്റോപ്പാകുന്നത് നോക്കിയാൽ പച്ചമുട്ടയാണ്. അങ്ങനെ ആദ്യം സ്റ്റോപ്പാകുന്ന കറക്കം നിർത്തുന്ന മുട്ട കണ്ടുപിടിച്ചാൽ പച്ചമുട്ട ആണെന്ന് മനസ്സിലാകും. മറ്റതായിരിക്കും പുഴുങ്ങിയ മുട്ട. ഇനി അടുത്തത് കെ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. കെ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരു കൂട്ടം പാർട്ടിക്കിളിൻ്റെ കെ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അത് പഠിക്കുമ്പോഴാണ് ഈ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്നൊരു വാക്ക് പറയുന്നത്. ഈ പടം നിങ്ങൾ നോക്കുക. ഈ പടത്തിൽ ഒരു ആക്സിസ് പീക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അതൊരു റിജിഡ് ബോഡി വിചാരിച്ചാൽ മതി. ആ റിജിഡ് ബോഡിയെ നമുക്ക് അനേകം പാർട്ടിക്കിളായിട്ട് വിചാരിക്കാം. ആ പാർട്ടിക്കിളിനെ, ആ റിജിഡ് ബോഡിയെ നമ്മൾ അനേകം സ്മോൾ പാർട്ടിക്കിൾസ്, അറ്റോമിക് പാർട്ടിക്കിൾസ് പോലെ ഭാഗിക്കുകയാണ്. M1, M2, M3 എക്സെട്ര. അത് R1, R2, R3 എന്നിങ്ങനെ അകലത്തിലാണ്. ആ വസ്തുവിൻ്റെ ആകെ മാസ് ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ലുക്ക് ഹിയർ, കൺസിഡർ റിജിഡ് ബോഡി ഓഫ് മാസ് ക്യാപിറ്റൽ എം. ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ആസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസിസ്റ്റിംഗ് ഓഫ് minute particles of masses M1, M2, M3 etc. ആ ഡിസ്റ്റൻസസ് R1, R2, R3 etc. അപ്പോൾ ഈ പാർട്ടിക്കിളെല്ലാം R1, R2, R3 എന്നിങ്ങനെ അകലെയാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു കൂട്ടം പാർട്ടിക്കിൾ ഒരു റിജിഡ് ബോഡി വിചാരിച്ചാൽ മതി. ആ റിജിഡ് ബോഡിയെ അനേകം പാർട്ടിക്കിളായിട്ട് നമ്മൾ കരുതും. ഒന്നാമത്തിൻ്റെ മാസ് M1, രണ്ടാമത്തിൻ്റെ മാസ് M2, മൂന്നാമത്തിൻ്റെ മാസ് M3. അവയെല്ലാം R1, R2, R3, Rn വരെ അകലത്തിലാണ്. സോ യു ലുക്ക് ഹിയർ, കൺസിഡർ a rigid body of mass capital M. It can be assumed as a system of particles consisting of minute particles of mass M1, M2, M3 etc. situated at distances R1, R2, R3 etc. from the axis. Mi of first particle equal to M1 R1 square. Next step, Mi of second particle equal to M2 R2 square. Mi of third particle is equal to M3 R3 square etc. One line we have drawn as etc. Then next, Mi of system of particles I is equal to M1 R1 square plus M2 R2 square plus M3 R3 square plus etc. And you know it can be written as a summation. So I is equal to sigma mr square. Sigma m is the whole mass, capital M. So we write I is equal to capital M into k square. R we replace as k. Then k is called radius of gyration. Radius of gyration. The word gyration means rotation. Word gyration means rotation. So, moment of inertia of a system of particles we write as I is equal to mk square, where k is called radius of gyration. So, radius of gyration is a definition question. Definition can be asked. Radius of gyration. You look here, mk square is equal to I, k square is I by m. That is k is root of I by m. In this manner we can define the radius of gyration can be defined as the ratio of the square root of or square root of the ratio of. The radius of gyration can be defined as the square root of the ratio of moment of inertia and the total mass of the body. Radius of gyration of a body about an axis of rotation is that radial distance from the axis, comma, the square of which on being multiplied by the mass of the body gives mi of the body about the axis. You look here, radius of gyration of a body about an axis of rotation is that radial distance from the axis, comma, the square of which on being multiplied by the mass of the body gives the mi of the body about the axis. അതായത് കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൂരമാണ്. ആ ദൂരത്തിൻ്റെ സ്ക്വയർ കൊണ്ട് നമ്മൾ എമ്മിനെ ഗുണിച്ചാൽ ഐ കിട്ടും. അല്ലെങ്കിൽ കെ സ്ക്വയർ ഐ ബൈ എം, കെ ഇസ് റൂട്ട് ഓഫ് ഐ ബൈ എം, അങ്ങനെയും പറയാം. ഇതിനകത്ത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. വാട്ട് ഈസ് റൊട്ടേഷണൽ കെ? അപ്പോൾ ഈ പടത്തിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന പടം കാണിച്ചിരിക്കുകയാണ്. ആർ റേഡിയസ്, എം മാസ്, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. ദ പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ്. കൺസിഡർ എ പാർട്ടിക്കിൾ of mass m rotating about an axis AB.
Let r be the radius vector. The angular velocity is given by v is r omega. That you know. V is equal to r omega. Then the rotational kinetic energy of the particle is given by k is half mv square. V is r omega. Half m into r omega square. That is half mr square omega square. And you know mr square is I. Therefore, we get k is half I omega square. K equal to half I omega square is the expression for rotational K. K is equal to half I omega square is the expression for rotational K. And here is the important questions. State question number 1. That is a long answer type question. State and prove the law of conservation of angular momentum. Question number 2. Define moment of inertia. Give its unit and dimension. Number 3. Obtain an expression for mi of a system of particles. Number 4. Define radius of gyration. Number 5. Is mi a constant for a body? Explain. Answer. mi is not a constant. No. It depends on the axis of rotation. അത് ഏത് ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി കറങ്ങുന്നു അതിനെ ആശ്രയിച്ച് എം ഐ മാറും. മാസ് പോലെ ഒരു വസ്തുവിന് എം ഐ കോൺസ്റ്റൻ്റ് അല്ല. നമ്മൾ ഏത് റൊട്ടേഷൻ ആക്സിസ് എടുക്കുന്നു അതിനെ ആശ്രയിച്ച് വസ്തുവിൻ്റെ എം ഐ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാറിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിന്ന് വലുതായി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ അടുത്ത പേജ് ഒന്ന് കാണിച്ചു തരാം. ഈ പേജ് അത് വായിക്കാം. ശരിക്ക് ഇതും ശരിക്കൊന്ന് വായിച്ചു കൊള്ളണം. ദ ബോഡി റൊട്ടേറ്റിംഗ്. Okay, that is all with your 55th class on class 11 physics. We continue our class. Thank you very much.